സമാധാന കരാറിനെ പറ്റിയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ തള്ളി ഇറാൻ. ഹോർമുസ് കടലിടുക്ക് നിബന്ധനകളില്ലാതെ തുറക്കുമെന്നും ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കുമെന്നും കരാറിൽ ധാരണയായതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ധാരണയുടെ കരടിൽ അത്തരം പരാമർശങ്ങളില്ലെന്നും അമേരിക്കയുടെ നാവിക ഉപരോധം പിൻവലിച്ച ശേഷം മാത്രമേ ഹോർമുസ് തുറക്കുകയുള്ളൂ എന്നും ഇറാൻ വ്യക്തമാക്കി. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ്. നിലവിൽ ഈ പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകൾ, ശ്രമങ്ങൾ ഒക്കെ തന്നെ ഫലത്തിൽ വരുന്നില്ല എന്നത് ഖേദകരമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളും അതേ രീതിയിൽ തന്നെയാണ്. ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഹോർമുസിനെ ചുറ്റിപ്പറ്റിയാണ് പ്രധാനമായും ചർച്ചകളെല്ലാം നടക്കുന്നത്. ഹോർമുസിലെ നാവിക ഉപരോധം നീക്കണം എന്ന് ഇറാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവിടെ ടോൾ നൽകുന്നത് ഒഴിവാക്കണമെന്ന് അമേരിക്ക പറയുന്നു. എങ്കിൽ മാത്രമേ അത്തരത്തിൽ നിരോധനം നീക്കുകയുള്ളൂ എന്ന കടുംപിടുത്തമാണ് അമേരിക്കയ്ക്കുള്ളത്. എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ, മധു? മോർണിംഗ് പ്രജിൻ, അമൃത. ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ കാലാവധി നീട്ടുന്നതിനുള്ള കരാറിൽ ഉടൻ തന്നെ തീരുമാനമെടുക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ പറഞ്ഞത്. അതേസമയം രണ്ട് രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലത്തെ അവരുടെ പ്രശ്നങ്ങൾക്ക് കാരണമായ പല തർക്ക വിഷയങ്ങളിലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. 60 ദിവസത്തേക്ക് കൂടി ഈ കരാർ നീട്ടുന്നതിനുള്ള നിർദ്ദേശത്തിൽ അന്തിമ തീരുമാനമെടുക്കുവാൻ ഇന്ന് വൈറ്റ് ഹൗസിൽ അതീവ സുരക്ഷാ മുറിയായ സിറ്റുവേഷൻ റൂമില് യോഗം ചേർന്നിരുന്നു. ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം ഈ യോഗം നീണ്ടു നിന്നു. എന്നാൽ ഈ കരാറിന്റെ കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് അന്തിമ തീരുമാനമെടുത്തോ എന്ന് ട്രംപ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടുമില്ല. അതേസമയം ഈ ഹോർമൂസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഇറാൻ അവസാനിപ്പിക്കണമെന്നും അതുപോലെ ആണവായുധം നിർമ്മിക്കാനുള്ള അവരുടെ മുന്നോട്ടുള്ള ആ പോക്ക് അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ഇന്ന് വീണ്ടും ആവശ്യപ്പെട്ടു. എന്നാൽ ഇറാൻ ഈ രണ്ട് നിബന്ധനകളും ഇതുവരെയും അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ധാരണാപത്രത്തിന് അന്തിമ രൂപമായിട്ടില്ലെന്നാണ് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായിയും പറയുന്നത്. ഹോർമൂസ് കടലെടുക്ക് നിബന്ധനകളില്ലാതെയും അതുപോലെ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ ഇറാൻ തുറക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ വാദം ഇറാൻ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ധാരണയുടെ കരടിലൊന്നും അത്തരം യാതൊരു കാര്യങ്ങളും പറയുന്നില്ലെന്നാണ് ഇറാൻ പറയുന്നത്. അത് മാത്രമല്ല, ഹോർമൂസ് കടലെടുക്കിലെ സുരക്ഷാ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നും പറഞ്ഞു. ഇത് കൂടാതെ ഇറാന്റെ $1200 കോടി ഫ്രീസ് ചെയ്ത അവരുടെ അസറ്റ്സ് വിട്ടു നൽകിയതിനു ശേഷം മാത്രമേ ഇനി ചർച്ചയ്ക്കുള്ളെന്നും ഇറാൻ കടുംപിടുത്തമാണ്. അമേരിക്കയുടെ നാവിക ഉപരോധം പിൻവലിക്കണമെന്നാണ്, എന്നാൽ മാത്രമേ ഹോർമൂസ് കടലെടുക്ക് തുറന്നു കൊടുക്കുകയുള്ളൂ എന്നാണ് ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.